ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഒരു ചേന കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവരും കാണണം, ഫുള്ളും കാണണം. കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് 600 ഗ്രാം ചേനയാണ്. ഈ 600 ഗ്രാം ചേനയ്ക്ക് 100 ഗ്രാം ഈ പരിപ്പിടണം, പായസപ്പരിപ്പ്. അത് ഇനി നമുക്ക് ഇത് 100 ഗ്രാം പായസപ്പരിപ്പാ. ചേനപ്പായസം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ കൊണ്ടാണ്. നമുക്കിത് 600 ഗ്രാം ചേനയ്ക്ക് 1 തേങ്ങയാണ് എടുത്തത്. ഇനി അത് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് പാലെടുക്കാം. തേങ്ങാപ്പാലിലാണ് ചേന വേവിക്കേണ്ടത്. അതിൻ്റെ പണി കഴിഞ്ഞു. ഈ 1-ാം പാല് ഈ പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി ഇതിൽ 2-ാം പാലെടുക്കാം. ഈ ചേന അരിയ ചെറുതായിട്ട്. ഈ പരിപ്പ് കഴുകുക. എല്ലാത്തിലും മായ. ഇതിനി കുക്കറിലിടുക. ഇനി ഈ ചേന കഴുകിയതും അതിലിടുക. ഇതിൽ 2-ാം പാല് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നും ഇടണ്ട, അത് വെന്താ മാത്രം മതി. അടുപ്പത്ത് വെക്ക. ചില ചേനയ്ക്ക് വേവ് കുറവുണ്ടാവും, ചില ചേനയ്ക്ക് വേവ് കൂടുതലുണ്ടാവും. വേവ് കുറവുള്ള ചേനയ്ക്ക് ഒരു 3-4 വിസിൽ വരെ വരാം. കൂടുതലുള്ള അത് വിസിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വേവ് കൂടിയതാണെങ്കിൽ ഒരു 5-6 വിസിൽ. പിന്നെ എത്ര വെന്താലും കുഴപ്പമില്ല, ഇത് മിക്സിയിൽ അടിക്കാനുള്ള സാധനമാണ്. അതുകൊണ്ട് കുറച്ച് വേവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പായസം പോലെ വെന്താലും കുഴപ്പമില്ല. ഇറക്കിയിട്ട് നമുക്കിതിൻ്റെ വിസിൽ കളയാം.
തുറക്കാം. വിസിൽ പോയി. ഇളക്കി നോക്കാം. എന്താ നല്ല വെന്തിക്കണം. ചേനയും വെന്ത് പരിപ്പും വെന്ത്. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ചൂടാറിയിട്ട് വേണം മിക്സിയിൽ അടിക്കാൻ. ഒഴിക്കുമ്പോൾ അത് ചൂടാറും. ഈ 2ാം തേങ്ങാപ്പാലാണിത്. ഫസ്റ്റിലുള്ളത് മാറ്റി വെച്ചിട്ട് ഇത് 2ാം പാല്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് അടിക്കാം. നമുക്ക് മിക്സിയിൽ വെച്ച് അടിക്കാം. ഇനി നമുക്ക് ഈ ഉരുളി അടുപ്പത്ത് വെക്കാം. ഇതിൽ ലേശം നെയ്യ് ഒഴിക്കാം. ഒരു ലേശം എന്താ ഇത്രയും ഒഴിക്കുക. അത് എത്രയെന്ന് കണക്കില്ല. ഇത് വറുത്തിട്ടെടുക്കാം. ഈ മുന്തിരിയും കൂടി ഇട്ടെടുക്കാം. നമുക്ക് ലേശം തേങ്ങയും കൂടിയിട്ട് ഇതിലിട്ട് വറുത്തെടുക്കാം. തേങ്ങ ഇടുന്നത് ഒരു രസത്തിനാണ്, കടിക്കാൻ. ഇനി തേങ്ങ മൂത്ത് വാരിയെടുക്കാം. ഒരു ബ്രൗൺ കളറായി തേങ്ങ. ഈ മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുന്ന ഈ ചേനയും പരിപ്പും അടിച്ചത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കട്ടെ. ശർക്കര ലാസ്റ്റ്. ഇത് അടി പിടിക്കാതെ ഇളക്കണം. ഇച്ചിരി കൂടി നെയ്യ് ഒഴിക്കാം. അത് ചൂടാവുമ്പോൾ അതായി പോയിക്കോളും. ഇതിതാ കുറച്ച് കട്ടിയായി, കണ്ടില്ലേ? ഇതിൽ ശർക്കര ഇടാം. ഇനി ഇതിൽ 6 കഷ്ണം ശർക്കര ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പോരെങ്കിൽ ഇനി ഇടാം. ഞങ്ങളിതിൽ ചെറിയ മധുരമാണ് ഇടുന്നത്. ഇത് മധുരം ഇനി നോക്കിയിട്ട് പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തോനെ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്കിടാം. ഞങ്ങൾ ചെറിയ മധുരം കൂട്ടണോണ്ടാണ് കുറച്ചിട്ടത്. പായസം വെന്ത് ശർക്കരയൊക്കെ നന്നായിട്ട് ഇളകി കലങ്ങി ഇതൊക്കെ നല്ല വെന്ത് വറ്റി. ഇനി നമുക്ക് ഈ 1ാം പാല് ഒഴിക്കാം. ഇതിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. സംഭവം മനസ്സിലായി എനിക്ക്. പായസം, ചേന പായസം റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും കഴിക്കണം. പക്ഷെ ഇത് ഉണ്ടാക്കണം കഴിക്കണം എന്ന് പറയുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. വയറിന് നല്ലതാണ് ചേന പായസം. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം, ഒരു കുഴപ്പമില്ല.